വെൽക്കം ബാക്ക് ടു ബിഗ്നാസ് ടെക്. അപ്പം നമ്മൾ ഇന്ന് എന്താ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഓരോ ടോപ്പിക്സ് ആയിരുന്നു അല്ലേ? അതിൽ നമ്മൾ നൗൺ എന്താ, പ്രോനൗൺ എന്താ, അഡ്ജക്റ്റീവ്സ് എന്താ എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. കൂടാതെ അതിൻ്റെ കൂടെ നമ്മൾ കമ്പാരിസൺ ഓഫ് ഡിഗ്രി എന്ന ടോപ്പിക്കും കൂടിയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ മറ്റൊരു പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ്? എന്താണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്? എന്താണ് ഈ പ്രിപ്പോസിഷൻ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് പ്രിപ്പോസിഷൻ. വാട്ട് ഈസ് പ്രിപ്പോസിഷൻ? എ വേർഡ് ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ നൗൺ ഓർ പ്രോനൗൺ ആൻഡ് സം അതർ വേർഡ് ഓർ എലമെന്റ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദി സെന്റൻസ്. A word that shows the relationship between a noun or pronoun and some other word or element in the rest of the sentence. എന്താണ് പറയുന്നത്? ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ വാക്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ മറ്റേതെങ്കിലും വാക്കുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് a preposition is a word that connects a noun or pronoun to other part of a sentence. It means a preposition is a word that connects a noun or pronoun to other part of a sentence. ഒരു നാമത്തെയോ അതായത് ഒരു നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ ഒരു വാക്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പദത്തെ വിളിക്കുന്ന പേരാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എന്താണെന്ന്? ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസിൽ ഒരു നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ മറ്റു വാക്യത്തിൻ്റെ ഭാഗങ്ങളുമായിട്ട് മറ്റു വേർഡ്സുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേംസ് ഒക്കെ എന്താണ്? പ്രിപ്പോസിഷൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേംസ് ഒക്കെ ഏതൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേംസ് എന്ന് പറഞ്ഞാൽ ആ പ്രിപ്പോസിഷൻ വേർഡ്സ് ഏതൊക്കെയാണ് അറിയോ? ഏതൊക്കെയാണോ നോക്കിയേ. ഇൻ, ഓൺ, അറ്റ്, ഓഫ്, ഇൻടു, ടു, ഫോർ, വിത്ത്, by, without, across, above, below, under, over, up, down, about and etc. ഏതൊക്കെയാണ്? ഇൻ, ഓൺ, അറ്റ്, ഓഫ്, ഇൻടു, ടു, ഫോർ, വിത്ത്, by, without, across, above, below, under, over, up, down, about and etc. അപ്പം ഇത്രയും പറഞ്ഞ ഈ പദങ്ങളൊക്കെ എന്താണ്? പ്രിപ്പോസിഷൻസ് ആണ് അല്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സെൻറ്റൻസിൽ വരുന്നത്? ഒരു നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ ഒരു വാക്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ പ്രിപ്പോസിഷൻ വേർഡ്സുകളൊക്കെ. ഇത്ര മാത്രമല്ല, ഇനിയും പ്രിപ്പോസിഷൻ വേർഡ്സ് ഉണ്ട്. ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇനി എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്? എന്താണ് പ്രിപ്പോസിഷൻ എന്ന് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ അതിൽ വരുന്ന പദങ്ങളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു. ഇനി അതിൽ ഓരോ പദങ്ങളും അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന പ്രിപ്പോസിഷൻസ്, എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ് പ്രിപ്പോസിഷൻസ് എടുത്തിട്ട് അതിൻ്റെ യൂസിങ്സും എക്സാമ്പിൾസും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇൻ. ഏതാണ്? ഇൻ. ഇൻ എന്നതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? ഈ ഉള്ളിൽ. ഈ ഉള്ളിൽ. ഇൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കസേരയിൽ, കസേരയിൽ, ചുമരിൽ, ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഇൽ എന്ന ടേമില്ലേ? കാറിനുള്ളിൽ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇൽ എന്നൊരു പ്രയോഗം പ്രയോഗിക്കുന്നുണ്ട് അല്ലേ? അതിനു വേണ്ടി നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഇൻ എന്ന വാക്കാണ്. അതുപോലെ ഉള്ളിൽ എന്നതിനും നമ്മൾ ഇൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇൽ, ഉള്ളിൽ, ഇത് രണ്ടും ഇൻ എന്നതിൻ്റെ അർത്ഥമാണ്. അപ്പം നമുക്കതിൻ്റെ യൂസിങ്സും എക്സാമ്പിൾസും നോക്കാം. ഫസ്റ്റ്, ഇൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇൻസൈഡ്. ഇൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇൻസൈഡ്. ഉള്ളിലുള്ള അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു? ഇൻ എന്ന് ഉപയോഗിക്കുന്നു. അതായത് അടച്ചു പൂട്ടപ്പെട്ട ഒന്നിൻ്റെ ഉള്ളിലുള്ള അതിനെ പറയുന്നതിന് വേണ്ടി നമ്മൾ എന്തുപയോഗിക്കുന്നു? ഇൻ എന്ന ടേം ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ. ദ ക്യാറ്റ് ഈസ് ഇൻ ദ ബോക്സ്.
ദ ക്യാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. ക്യാറ്റ് പെട്ടിയിലാണുള്ളത്. ഈ പെട്ടി എന്താണ്? ഒരു അടച്ചു പൂട്ടപ്പെട്ട ഒരു സംഭവമാണ് അല്ലേ? അതിനുള്ളിൽ എന്തുണ്ട്? ക്യാറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ക്യാറ്റ് പെട്ടിയിൽ. എന്താണ്? പെട്ടിയിൽ. അവിടെ ആ ഈ കഴിഞ്ഞിട്ട് ഇൽ എന്നൊരു പ്രയോഗം വന്നിട്ടുണ്ട്. അതിനു വേണ്ടി നമ്മൾ അവിടെ എന്തുപയോഗിച്ചു? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. ദ ക്യാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. പെട്ടിയിൽ ക്യാറ്റ് ഉണ്ട് അല്ലേ? ക്യാറ്റ് പെട്ടിയിലാണ് ഉള്ളത്. ദ ആപ്പിൾസ് ആർ ഇൻ ദ ഫ്രിഡ്ജ്. ദ ആപ്പിൾസ് ആർ ഇൻ ദ ഫ്രിഡ്ജ്. എവിടെയാണ് ആപ്പിൾസ് ഉള്ളത്? ഫ്രിഡ്ജിൽ. അപ്പോൾ അവിടെ എന്താണ്? ഇൻ എന്ന ടേം ഉപയോഗിച്ചു അല്ലേ? ഫ്രിഡ്ജിൽ എന്ന് പറയാൻ ആ ഒരു ഇ എന്ന പ്രയോഗത്തിന് പറയുന്നതിന് വേണ്ടി നമ്മൾ എന്താ അവിടെ ഉപയോഗിച്ചത്? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. ഇൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇൻസൈഡ്. ഉള്ളിലുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ ഫസ്റ്റ് ഇന്നിൻ്റെ യൂസിങ് പറഞ്ഞത്. 2 എക്സാമ്പിൾസും പറഞ്ഞു. ദ ക്യാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. ദ ആപ്പിൾസ് ആർ ഇൻ ദി ഫ്രിഡ്ജ്. ക്ലിയർ ആയില്ലേ? ദെൻ സെക്കൻഡ് യൂസിങ് നോക്കിയേ. വിത്ത് നെയിംസ് ഓഫ് ലാർജ് ടൗൺസ്, സിറ്റീസ്, ഡിസ്ട്രിക്ട്സ്, സ്റ്റേറ്റ് ആൻഡ് കൺട്രീസ്. ഇറ്റ് മീൻസ് ഡിനോട്ട് പ്ലേസ്. വലിയ സ്ഥലങ്ങളെ പറയാൻ, അതായത് വിത്ത് നെയിം ഓഫ് ലാർജ് ടൗൺസ്, സിറ്റീസ്, ഡിസ്ട്രിക്ട്സ്, സ്റ്റേറ്റ് ആൻഡ് കൺട്രീസ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ് ആ സെൻറ്റൻസിൽ ഉപയോഗിക്കുക? ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കിയേ. ഐ ലിവ് ഇൻ മലപ്പുറം. ഐ ലിവ് ഇൻ മലപ്പുറം. ഞാൻ മലപ്പുറത്താണ് അല്ലേ? അപ്പോൾ ഞാൻ മലപ്പുറത്താണ് താമസിക്കുന്നത്. പക്ഷെ അവിടെ മലപ്പുറം എന്ന എന്താണ് നമ്മൾ പറഞ്ഞു? നെയിം ഓഫ് ലാർജ് ടൗൺ, സിറ്റി, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് കൺട്രീസ്. അപ്പോൾ നെയിം അല്ലെങ്കിൽ ഡിനോട്ട്സ് എ പ്ലേസ്. സ്ഥലത്തെ, വലിയ സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ആ സെൻറ്റൻസിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ മലപ്പുറം എന്ന ഡിസ്ട്രിക്റ്റിനെ വന്നപ്പോൾ നമ്മൾ അവിടെ എന്തുപയോഗിച്ചു? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. ഐ ലിവ് ഇൻ മലപ്പുറം. ഷീ വർക്ക്സ് ഇൻ കണ്ണൂർ. ഷീ വർക്ക്സ് ഇൻ കണ്ണൂർ. കണ്ണൂർ എന്ന സ്ഥലം വന്നപ്പോൾ നമ്മൾ ആ സെൻറ്റൻസിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. ഐ ആം ഹിയർ അറ്റ് ഇരുമ്പൂഴി ഇൻ മലപ്പുറം. ആ സെൻറ്റൻസ് ഒന്ന് നോക്കിയേ. ഐ ആം ഹിയർ അറ്റ് ഇരുമ്പൂഴി. ഇരുമ്പൂഴി എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ലേ? എന്തുകൊണ്ടാണ് അവിടെ അറ്റ് യൂസ് ചെയ്തു? എന്തുകൊണ്ടാ? അപ്പോൾ ഇരുമ്പൂഴി എന്ന് പറയുന്നത് ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ എന്താണ്? അതൊരു ലാർജ് ടൗണോ സിറ്റിയോ ഡിസ്ട്രിക്റ്റോ സ്റ്റേറ്റോ കൺട്രീസോ ഒന്നുമല്ല. ഒരു വലിയ സ്ഥലമല്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ എന്താണ് യൂസ് ചെയ്തത്? അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്. നമുക്കതെന്താണ്? അറ്റ് എന്ന ഒരു പ്രിപ്പോസിഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഐ ആം ഹിയർ അറ്റ് ഇരുമ്പൂഴി. ഇരുമ്പൂഴി എന്നതൊരു ചെറിയ സ്ഥലമായതുകൊണ്ട് അതിൻ്റെ മുന്നിൽ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ചേർത്തു. ബാക്കി നോക്കിയേ. ഇൻ മലപ്പുറം. മലപ്പുറത്തുള്ള ഇരുമ്പൂഴി എന്ന സ്ഥലത്താണ് അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ ആ മലപ്പുറം വന്നപ്പോൾ എന്താണ് അവിടെ ചേർത്തത്? ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ചേർത്തത്. എന്തുകൊണ്ടാണ്? മലപ്പുറം ഒരു വലിയ ജില്ലയാണ് അല്ലേ? ഒരു വലിയ സ്ഥലമാണ്, ഒരു ഡിസ്ട്രിക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ലാസ്റ്റത്തെ എക്സാമ്പിൾ കണ്ടപ്പോൾ ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ഐ ആം ഹിയർ അറ്റ് ഇരുമ്പൂഴി ഇൻ മലപ്പുറം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇന്നിൻ്റെ യൂസിങ് നോക്കിയേ. ഡിനോട്ട്സ് ഇയർ, മന്ത് ആൻഡ് സീസൺ. ഡിനോട്ട്സ് ഇയർ, മന്ത് ആൻഡ് സീസൺ. മന്ത് അതുപോലെ ഇയേഴ്സ്, സീസൺസ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കും? ഇൻ എന്നാണ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. അപ്പം നമ്മളൊരു സെൻറ്റൻസിൽ മാസത്തെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ വർഷത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇൻ എന്ന ടേമാണ്. ഇറ്റ് മീൻസ് ഇൻ ഫ്രണ്ട് ഓഫ് മന്ത് ആൻഡ് ഇയർ. മാസം വർഷം ആണെങ്കിൽ നമ്മൾ ഇൻ ഉപയോഗിക്കും. എന്നാൽ ഡേറ്റ് അതുപോലെ ഡേ ഒക്കെ ആണെങ്കിലോ ഇന്നാണോ ഉപയോഗിക്കുക? അല്ല. അത് നമ്മൾ
ഡേറ്റ് അതുപോലെ ഡേ വരുമ്പോൾ ഉപയോഗിക്കുന്നത് വേറൊരു പ്രിപ്പോസിഷനാണ്, ഓൺ എന്ന പ്രിപ്പോസിഷനാണ്. അത് നമുക്ക് ഓൺ എന്നത് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ജസ്റ്റ് കൺഫ്യൂഷൻ വേണ്ട എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജസ്റ്റ് സൂചിപ്പിച്ചത്. എന്താണ്, മാസം വർഷം എന്നിവയ്ക്കാണെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കും. ഡേറ്റ് ഡേ എന്നാണെങ്കിൽ നമ്മൾ ഇന്നല്ല പറയുക, പകരം ഓൺ ആണ് പറയുക. അപ്പോൾ ക്ലിയർ ആയോ? എക്സാമ്പിൾ നോക്കിയേ. ഇന്ത്യ ഗോട്ട് ഫ്രീഡം ഇൻ 1947. ഇന്ത്യ ഗോട്ട് ഫ്രീഡം ഇൻ 1947. അപ്പോൾ 1947 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇയർ ആണ് അല്ലേ, ഒരു വർഷമാണ്. അപ്പോൾ ആ വർഷം ആ സെൻറ്റൻസിൽ വന്നതുകൊണ്ട് നമ്മൾ അവിടെ എന്താണ് ഉപയോഗിച്ചത്? ഏത് പ്രിപ്പോസിഷനാ? ഓൺ ആണോ? അല്ല, ഇന്നാണ് അല്ലേ, ഇന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇന്ത്യ ഗോട്ട് ഫ്രീഡം ഇൻ 1947. ഷീ അറൈവ്ഡ് ഇൻ ഡിസംബർ. ഷീ അറൈവ്ഡ് ഇൻ ഡിസംബർ. ഡിസംബർ എന്ന മന്ത് വന്നതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തു? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് യൂസിങ് ഇൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഹൗസ് ആൻഡ് റെസിഡൻസ്. ഇൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഹൗസ് ആൻഡ് റെസിഡൻസ്. വീട് പോലുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, വീട് ഹൗസ് ആൻഡ് റെസിഡൻസ് സൂചിപ്പിക്കാൻ നമ്മൾ എന്തുപയോഗിക്കും? ഇന്ന് യൂസ് ചെയ്യും. ഒരു സെൻറ്റൻസിൽ നമ്മൾ വീട് പോലുള്ള കാര്യങ്ങൾ, റെസിഡൻസ് പോലുള്ള കാര്യങ്ങൾ, അതായത് ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ്, ഹൗസസ് ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ആ സെൻറ്റൻസിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ. ഐ ലിവ് ഇൻ എ ഫ്ലാറ്റ്. ഐ ലിവ് ഇൻ എ ഫ്ലാറ്റ്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? ഇൻ എന്നത്. ഫ്ലാറ്റ് എന്ന നമ്മൾ താമസിക്കാൻ ഉപയോഗിക്കുന്നതാണ് അല്ലേ, വീട് പോലുള്ള ഒന്നാണ് ഫ്ലാറ്റ്. അതിൻ്റെ മുന്നേ നമ്മൾ എന്തുപയോഗിച്ചു? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. വി സ്റ്റേഡ് ഇൻ എ അപ്പാർട്ട്മെൻറ്റ്. വി സ്റ്റേഡ് ഇൻ എ അപ്പാർട്ട്മെൻറ്റ്. അപ്പാർട്ട്മെൻറ്റും എന്താണ്, ഒരു റെസിഡൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഹൗസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ മുന്നേ എന്തുപയോഗിച്ചു? ഇൻ എന്നത് പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്. Then next, we use in to talk about inside a building. We use in to talk about inside a building. ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്നാണ്. ഒരു പെർട്ടിക്കുലർ സ്ഥലമായിട്ട് ബിൽഡിങ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്താണ്? അറ്റ് ഉപയോഗിക്കും. നേരെ മറിച്ച് ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് എന്ന് പറയാൻ നമ്മളിപ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് ബിൽഡിങ്ങിനെ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കില്ല. ഓക്കെ, നേരെ മറിച്ച് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇന്ന് ഉപയോഗിക്കും. ക്ലിയർ ആയോ? എക്സാമ്പിൾ നോക്കിയേ. വി വർ ഇൻ ദ ഷോപ്പ് അറ്റ് ദാറ്റ് ടൈം. വി വർ ഇൻ ദ ഷോപ്പ് അറ്റ് ദാറ്റ് ടൈം. ഐ വാസ് ഇൻ ദ ബാങ്ക് വെൻ യു ഫോൺഡ്. ഐ വാസ് ഇൻ ദ ബാങ്ക് വെൻ യു ഫോൺഡ്. അപ്പം അതിലൊക്കെ എന്താണ്? ഇൻ എന്ന ടേമാണ്. ബാങ്ക് എന്നതും ഷോപ്പ് എന്നതുമായിട്ടുള്ള രണ്ട് ബിൽഡിങ്ങിൻ്റെയും അകത്ത് എന്ന ഒരു പ്രയോഗമാണ് അതിൽ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ബാങ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ ഉണ്ടായിരുന്നു, ബാങ്കിൽ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്താണ്? ബാങ്കിൻ്റെ ഉള്ളിലാണ് അവർ ഫോൺ ചെയ്യുമ്പോൾ അല്ലേ, അകത്താണ് നടക്കുന്നൊരു സംഭവമാണ് അല്ലേ, ബാങ്കിൻ്റെ ഉള്ളിൽ. നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ബാങ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇൽ എന്നൊരു എന്താണ് യൂസിങ് വന്നു, ബാങ്കിൽ അല്ലേ, അതിൻ്റെ ഉള്ളിൽ ബാങ്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് അകത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിച്ചു? അവിടെ ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. ഐ വാസ് ഇൻ ദ ബാങ്ക് വെൻ യു ഫോൺഡ്. വി വർ ഇൻ ദ ഷോപ്പ് അറ്റ് ദാറ്റ് ടൈം. ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ്, ഇൻ ഈസ് യൂസ്ഡ് ബിഫോർ പ്ലേസ് ഓഫ് വർക്ക്. ഇറ്റ് ഈസ് എ ബിൽഡിംഗ്. നമ്മൾ ഒരിടത്ത് ജോലി ചെയ്യുന്നത് പറയാം. ഇൻ ഈസ് യൂസ്ഡ് ബിഫോർ പ്ലേസ് ഓഫ് വർക്ക്. ഇറ്റ് ഈസ് എ ബിൽഡിംഗ്. നമ്മൾ ഒരിടത്ത് ജോലി ചെയ്യുന്നത് പറയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഉപയോഗിക്കും? എന്ത്? ഈ ഇൻ എന്ന പ്രിപ്പോസിഷൻ. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ബിൽഡിംഗ് എന്ന് പറയുന്നുണ്ട്. യൂസ് ഓൺ ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ബിൽഡിംഗ്. വർക്ക് ചെയ്യുന്നത് ബിൽഡിങ്ങിലാണെങ്കിലാണ് നമ്മൾ അവിടെ ജോലി ചെയ്യുന്നത് പറയുമ്പോൾ ഇൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്.
നേരെ മറിച്ച് നമ്മളൊരു കൃഷിയിടത്താണ്, അല്ലെങ്കിൽ എന്താണ് റെയിൽവേ സ്റ്റേഷനിലാണ്, പ്ലാന്റേഷനിലാണ്, ഫാമിലൊക്കെയാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളവിടെ ഇന്നല്ല ഉപയോഗിക്കുക. ജോലി സ്ഥലത്തിന് മീൻസ് ജോലി ചെയ്യുന്നത് പറയാൻ, ഒരിടത്ത് ജോലി ചെയ്യുന്നത് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കൃഷി സ്ഥലത്ത് ജോലി ചെയ്യുന്നത് പറയുമ്പോൾ നമ്മൾ ഇന്നല്ല ഉപയോഗിക്കുക. ബിൽഡിംഗ് പോലുള്ള സംഭവത്തിൽ ജോലി ചെയ്യുന്നത് പറയുമ്പോഴാണ് എന്തുപയോഗിക്കുന്നത്? ഇന്നുപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? റെയിൽവേ സ്റ്റേഷന് ബിൽഡിംഗ് ആണോ? അല്ല. റെയിൽവേ സ്റ്റേഷന് ബിൽഡിംഗ് അല്ല. ഒരു എന്താണ് കൃഷിസ്ഥലം ബിൽഡിംഗ് അല്ല. അതുപോലെ ഫാം ബിൽഡിംഗ് അല്ല. ഇതൊക്കെ എന്താണ്? ബിൽഡിംഗ് അല്ലാത്ത ജോലി സ്ഥലമാണ്. അവിടെയൊക്കെ നമ്മൾ ഓണാണ് ഉപയോഗിക്കുക. ബിൽഡിംഗ് പോലുള്ള ജോലി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സെൻറ്റൻസിൽ നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ക്ലിയർ ആയില്ലേ? എക്സാമ്പിൾ നോക്കിയേ. മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ഓഫീസ്. മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ഓഫീസ്. വർക്ക്സ് ഇൻ എ ഓഫീസ്. ഓഫീസിലാണ്. ഓഫീസ് ഒരു ബിൽഡിംഗ് ആണ്. മൈ ഡോട്ടർ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്താണ്? അതൊരു ബിൽഡിംഗ് ആണ്. ഒരു ഹോട്ടൽ ആണെങ്കിൽ അതൊരു ബിൽഡിംഗ് ആണ് അല്ലേ? ഓക്കെ. ഹോട്ടൽ, ഹോസ്പിറ്റൽ, ഓഫീസ് ഇതെല്ലാം ഓരോ ബിൽഡിങ്സ് ആണ്. ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്താണ്? ഇന്നാണ്. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഇൻ ഈസ് യൂസ്ഡ് ബിഫോർ ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബിൽഡിങ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ്? ഇന്ന ഉപയോഗിക്കാന്ന്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് പോലുള്ളതിൽ നമ്മൾ എന്താണ്? ഇന്നാണ് ആഡ് ചെയ്യുക. അപ്പം നേരത്തെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ, പ്ലാന്റേഷൻ, ഫാം ഇതൊക്കെ പറഞ്ഞു. അതിലൊക്കെ നമ്മൾ എന്താണ്? ഇന്നാണ് ഉപയോഗിക്കുക? അല്ല, പകരം ഓണാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പറയുമ്പോൾ, റെയിൽവേ സ്റ്റേഷന് പറയുമ്പോൾ ഓണാണ്. എന്നാൽ ആ റെയിൽവേ സ്റ്റേഷനിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ, ആ റെയിൽവേ സ്റ്റേഷനിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ്, അത് ശ്രദ്ധിക്കുക, ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും വർക്ക് ചെയ്യുന്നത് സെൻറ്റൻസിൽ പറയുമ്പോൾ എന്താണ് ഉപയോഗിക്കുക? ഇന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ റെയിൽവേ സ്റ്റേഷന് ഓണാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കിയേ. ഷീ വർക്ക്സ് ഇൻ ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഷീ വർക്ക്സ് ഇൻ ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എന്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ എന്തായി? അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ എന്തായി? ഇൻ ഉപയോഗിച്ചു. റോണി വർക്ക്സ് ഇൻ ദ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ റോണി വർക്ക്സ് ഇൻ ദ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ്. റോണി വർക്ക്സ് ഓൺ റെയിൽവേ എന്നായിരിക്കും റെയിൽവേ ആണെങ്കിൽ വരിക. നേരെ മറിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ റോണി വർക്ക്സ് ഇൻ ദ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ്. ക്ലിയർ ആയോ? ഓക്കെ. ഇൻ ഈസ് യൂസ്ഡ് ബിഫോർ നെയിം ഓഫ് റോഡ്സ്. ഇൻ ഈസ് യൂസ്ഡ് ബിഫോർ നെയിം ഓഫ് റോഡ്സ്. ധാരാളം പേരുകളുള്ള റോഡിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇന്ന് യൂസ് ചെയ്യും. ഇപ്പോൾ ചില റോഡുകൾക്കൊക്കെ പേരുകളുണ്ടാവും. അതായത് MG റോഡ്, അശോക് റോഡ്, ചേർച്ച് റോഡ് ഇങ്ങനെ പറയില്ലേ? സെൻറ്റ് തോമസ് റോഡ്. ഓക്കെ. അങ്ങനെ പറയുന്ന റോഡുകൾ, ബീച്ച് റോഡ്, അങ്ങനെ പറയുന്ന റോഡുകൾക്ക് പറയുന്ന പേരുകളുണ്ടാവും. അങ്ങനെ നമ്മൾ ഒരു സെൻറ്റൻസിൽ പറയുമ്പോൾ, പ്രയോഗിക്കുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കും? ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ക്ലിയർ ആയില്ലേ? ഫെമിലിയർ ആയിട്ടുള്ള റോഡാണ് എന്ത്? MG റോഡ് അല്ലേ? നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ MG റോഡ് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളവിടെ എന്താണ്? ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ദ ചർച്ച് ഈസ് ഇൻ MG റോഡ്. ദ ചർച്ച് ഈസ് ഇൻ MG റോഡ്. ദ കഫേ ഈസ് ഇൻ ബീച്ച് റോഡ്. ഓക്കെ. ബീച്ച് റോഡ്, MG റോഡ്, രണ്ട് സെൻറ്റൻസിലും ഓരോ റോഡിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എന്താ ഉപയോഗിച്ചത്? ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്. ദെൻ നെക്സ്റ്റ്, ടു ഡിനോട്ട് ദ ടൈം ഓഫ് കംപ്ലീഷൻ. എന്താണ്? ടു ഡിനോട്ട് ദ ടൈം ഓഫ് കംപ്ലീഷൻ. പൂർത്തിയാകുന്ന സമയത്തെക്കുറിച്ച് പറയുമ്പോഴും ആ സെൻറ്റൻസിൽ നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കിയേ. ഐ ഫിനിഷ് ദ വർക്ക് ഇൻ എ ഡേ. ഐ ഫിനിഷ് ദ വർക്ക് ഇൻ എ ഡേ.
ഒരു ദിവസത്തിനകം എന്താണ് നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ഫിനിഷ് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ്, പൂർത്തിയാക്കുന്ന വർക്കാണ്, അല്ലെ സമയമാണ്. ഐ ഫിനിഷ്ഡ്, പൂർത്തിയാക്കുന്നത് പറയുന്നതിന് വേണ്ടിയിട്ട് എ ഡേ എന്ന ഒരു സമയത്തെ നമ്മൾ അവിടെ ഉപയോഗിച്ചു. അപ്പോൾ അവിടെ ഉപയോഗിച്ച പ്രിപ്പോസിഷൻ എന്താണ്, ഇൻ എന്ന പ്രിപ്പോസിഷനാണ്. ക്ലിയർ ആയോ? ഐ ഫിനിഷ് ദ വർക്ക് ഇൻ എ ഡേ, പൂർത്തിയാകുന്ന സമയത്തെ പറയാൻ നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. ടു ഡിനോട്ട് പാർട്സ് ഓഫ് ദി ഡേ, ടു ഡിനോട്ട് പാർട്സ് ഓഫ് ദി ഡേ, ദിവസത്തിൻ്റെ ഭാഗങ്ങൾ സൂചിപ്പിക്കാൻ നമ്മൾ എന്തുപയോഗിക്കും, ദിവസത്തിൻ്റെ ഭാഗങ്ങൾ സൂചിപ്പിക്കാൻ നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈവനിങ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, നൈറ്റ്, ഇതൊക്കെ പറയാൻ നമ്മൾ ഇൻ എന്നാണ്, ഇൻ ദി നൈറ്റ്, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ വിൽ സീ യു ഇൻ ദ ഈവനിങ്, ഐ വിൽ സീ യു ഇൻ ദ ഈവനിങ്. അപ്പോൾ ഈവനിങ് എന്ന എന്താണ്, ദിവസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈവനിങ് എന്നത് എന്താണ്, ഒരു ദിവസത്തിൻ്റെ വൈകുന്നേരം, അല്ലേ? രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി, ദിവസത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണത്, അല്ലേ? അപ്പം അങ്ങനെ ഓരോ, രാവിലെ പറയാനും ഉച്ചയ്ക്ക് പറയാനും വൈകുന്നേരത്തെ പറയാനും അതുപോലെ രാത്രിയെ പറയാനും നമ്മൾ സെൻറ്റൻസിൽ പ്രയോഗിക്കുമ്പോൾ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ എന്താണ്, ഐ വിൽ സീ യു ഇൻ ദ ഈവനിങ്. ഓക്കെ, then next നോക്കിയേ, ബിഫോർ പൊസസീവ് അഡ്ജക്റ്റീവ്സ് മൈ, ഹിസ്, ഹർ, their etc വിത്ത് വൈക്കിൾസ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പറയാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുക, അഥവാ വൈക്കിൾസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കും, ബൈ ബസ്, ബൈ കാർ, ബൈ വാൻ, ബൈ ഓംനി. ബൈ എന്ന ടേമാണ് വൈക്കിൾസിൻ്റെ കൂടെ ഉപയോഗിക്കുക. ഫെമിലിയർ ആയിട്ട് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബൈ ബസ്, ബൈ കാർ, അങ്ങനെയുള്ള ഒരു എന്താണ് ടേമാണ്. എന്നാൽ നമ്മൾ എന്താണ് ഒരു കൃത്യമായിട്ടൊരു വ്യക്തിയുടെ കാറിലാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ, ബൈ ഹിസ് കാർ, അല്ലെങ്കിൽ ബൈ ഹെർ കാർ, ബൈ ഹെർ ബസ്, ബൈ ഹിസ് ബസ് എന്നത് ടേം കറക്റ്റാണോ? അവിടെ ഹിസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഹെർ എന്ന് പറഞ്ഞു. ഒരു പൊസസീവ് പ്രോനൗൺസ് വന്നു കഴിഞ്ഞാൽ, സെൻറ്റൻസിൽ ഒരു പൊസസീവ് പ്രോനൗൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താണ് ഉപയോഗിക്കുക, ബൈ എന്ന ടേം ആണോ? അല്ല, പകരം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ബൈ എന്ന ടേം തെറ്റാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ എന്ന പ്രിപ്പോസിഷനാണ്. ക്ലിയർ ആയോ? ബൈ എന്ന പ്രിപ്പോസിഷൻ അപ്പോൾ ഒരിക്കലും വരില്ല. ബൈ എന്ന പ്രിപ്പോസിഷൻ വരുന്നത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ ബൈ കാർ അഥവാ വൈക്കിൾസിൻ്റെ കൂടെ മാത്രം പറയുമ്പോഴാണ് നമ്മൾ ബൈ എന്ന മോഡ് ഓഫ് എന്താണ് ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ ബൈ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ദെൻ അതുപോലെ ഒരു വ്യക്തിയെ അതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നുണ്ടെങ്കിൽ അവിടെ ബൈക്ക് പകരം എന്താണ് വരിക, ഇൻ എന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പം എക്സാമ്പിൾസ് നോക്കിയേ. ബൈ ഹെർ കാർ, ബൈ ഹെർ ബസ്. ഇത് കറക്റ്റ് അല്ല, അത് തെറ്റാണ്. പകരം അവിടെ ഇൻ ഹെർ കാർ, ഇൻ ഹെർ ബസ്, ഇൻ ഹിസ് കാർ, ഇൻ ഹിസ് ബസ്, ഇങ്ങനെയാണ് ആ പ്രയോഗം കറക്റ്റ് വരിക. ഓക്കെ, സാധാരണ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പറയുന്നത് ബൈ എന്നാണ്. എങ്കിൽ കൂടെ ആ പറയുന്ന ഹിസ്സോ ഹെറോ മൈ അല്ലെങ്കിൽ ദർ, ഹിസ് ഹർ മൈ ദർ, ഇതിലേതെങ്കിലും ഒരു പ്രോനൗണ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ബൈ എന്ന പ്രിപ്പോസിഷനല്ല, പകരം ഇൻ എന്ന പ്രിപ്പോസിഷനാണ്. ക്ലിയർ ആയില്ലേ എന്താണ് പറഞ്ഞതെന്ന്? എക്സാമ്പിൾ നോക്കിയേ. ഐ കെയിം ഹിയർ ഇൻ ഹിസ് ടാക്സി, ഐ കെയിം ഹിയർ ഇൻ ഹിസ് ടാക്സി. ഇവിടെ ഹിസ് വന്നതുകൊണ്ട് നമ്മൾ എന്തുപയോഗിച്ചു, ഇൻ യൂസ് ചെയ്തു. ആ സെയിം സെൻറ്റൻസിനെ ഐ കെയിം ഹിയർ ബൈ കാർ, അപ്പോൾ അവിടെ എന്താണ്, മുകളിൽ നോക്കിയേ. ഐ കെയിം ഹിയർ ഇൻ ഹിസ് ടാക്സി, അവിടെ ഹിയർ കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ട്, ഹിസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തത് ഇൻ ആണ്. ക്ലിയർ ആയോ? അതേ സെയിം സെൻറ്റൻസ് താഴെ എഴുതിയത് നോക്കിയേ. ഐ കെയിം ഹിയർ, അത് കഴിഞ്ഞിട്ട് എന്താണ്, ഹിസ് ഉണ്ടോ? ഇല്ല, ഹിസ് എന്നത് ഇല്ല അല്ലേ.
അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ഉപയോഗിച്ചത്? ബൈ എന്ന പ്രിപ്പോസിഷനാണ്. ഐ കെയിം ഹിയർ ബൈ കാർ. ഒരു പൊസസീവും അതിലില്ല, അതുകൊണ്ട് എന്താണ് അവിടെ ഉപയോഗിച്ചത്? ബൈ ആണ് ഉപയോഗിച്ചത്. ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ്, ഇൻ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഡ്വെല്ലിംഗ് പ്ലേസ്. വാസസ്ഥലം പറയുന്നതിന് വേണ്ടി, ജീവികളുടെ വാസസ്ഥലം പറയുന്നതിന് വേണ്ടി, ഡ്വെല്ലിംഗ് പ്ലേസസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ അവിടെ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ടൈഗർ ലീവ് ഇൻ ഡെൻ. ടൈഗർ ലീവ് ഇൻ ഡെൻ. ടൈഗറിൻ്റെ വാസസ്ഥലമായിട്ടുള്ള ഡെന്ന് ആ സെൻറ്റൻസിൽ വന്നപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിച്ചത് ഇന്നാണ്. പാരറ്റ് ലീവ് ഇൻ നെസ്റ്റ്. പാരറ്റ് ലീവ് ഇൻ നെസ്റ്റ്. ബേർഡ്സ് ലീവ് ഇൻ നെസ്റ്റ്. ആ ബേർഡ്സ് അല്ലെങ്കിൽ പാരറ്റ് താമസ സ്ഥലം നെസ്റ്റ് ആണ്. അപ്പോൾ ആ നെസ്റ്റ് പറയുന്നതിന് വേണ്ടി നമ്മളവിടെ നെസ്റ്റ് എന്ന ഡ്വെല്ലിംഗ് പ്ലേസ് ഇൻഡിക്കേറ്റ് ചെയ്തപ്പോൾ നമ്മളവിടെ ഉപയോഗിച്ച പ്രിപ്പോസിഷൻ എന്താണ്? ഇന്നാണ്. ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ്, ഇൻ ഈസ് യൂസ്ഡ് വിത്ത് ബിലീഫ് ആൻഡ് ഇൻട്രസ്റ്റ്. വിശ്വാസം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഒരു സെൻറ്റൻസിൽ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രോയിങ്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഫുട്ബോൾ. എനിക്ക് ഫുട്ബോളിൽ അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് രണ്ടും എൻ്റെ താല്പര്യത്തെക്കുറിച്ച് പറയാനാണ് ഉപയോഗിച്ചത് അല്ലേ? ആ രണ്ട് സെൻറ്റൻസും അങ്ങനെ താല്പര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അതുപോലെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നതുമായിട്ടുള്ള സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്താണ്? ഏതാണ്? ഇൻ എന്ന പ്രിപ്പോസിഷനാണ്. ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് എന്താണ്? ഇൻ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ ഷേപ്പ്, കളർ ഓർ സൈസ്. ഷേപ്പ്, കളറ്, സൈസ് ഇവയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്താണ്? ഇന്നാണ്. ക്ലിയർ ആയോ? ഒരു സെൻറ്റൻസിൽ ഷേപ്പ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കളറ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സൈസ് പറയുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്താണ്? ഇന്നാണ്. ടുഡേ ഷീ ഈസ് ഇൻ റെഡ് കോട്ട്. ഷീ വാസ് ഓൾവേസ് ഡ്രസ്ഡ് ഇൻ പിങ്ക്. അവിടെ പിങ്ക്, റെഡ് ഇങ്ങനെയുള്ള കളേഴ്സ് പറഞ്ഞു. അതിൻ്റെയൊക്കെ കൂടെ എന്താണ് വന്നിട്ടുള്ളത്? ഇൻ എന്ന പ്രിപ്പോസിഷനാണ് വന്നിട്ടുള്ളത്. ടുഡേ ഷീ ഈസ് ഇൻ റെഡ് കോട്ട്. ഷീ വാസ് ഓൾവേസ് ഡ്രസ്ഡ് ഇൻ പിങ്ക്. ക്ലിയർ ആയോ? ആ സെൻറ്റൻസിലൊക്കെ വന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇന്നാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇൻ എന്ന പ്രിപ്പോസിഷൻസിൻ്റെ യൂസസ് ആണ്. നമുക്ക് എന്താണ് ഇന്നിൻ്റെ യൂസസ് പറഞ്ഞത്? കൃത്യമായിട്ട് അരികുകളുള്ള ഒന്നിനെ പറ്റി പറയുന്നത്, അതായത് ബോക്സ്, ഫ്രിഡ്ജ് അങ്ങനെയുള്ള സംഭവങ്ങൾ. നമ്മളൊരു എന്താണ് ബോക്സിനെ പറ്റി അഥവാ അതിനൊക്കെ എന്താണ് ഒരു കൃത്യമായിട്ടുള്ള അരികുകളുണ്ട് അല്ലേ? അങ്ങനെയുള്ള ഒന്നിനെ പറ്റി പറയുമ്പോഴൊക്കെ നമ്മൾ ഇന്നാണ് സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. അടച്ചു കെട്ടിയ സ്ഥലത്തെ പറ്റി പറയുമ്പോൾ, അതുപോലെ വാഹനങ്ങളെക്കുറിച്ച് എന്താണ് ഒരു പൊസസീവ് പ്രോനൗൺസ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് ഒക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഇന്നാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പ്രിൻ്റഡ് മീഡിയാസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് പറഞ്ഞിട്ടില്ല അല്ലേ? എന്ത്? പ്രിൻ്റഡ് മീഡിയാസിനെ കുറിച്ച് പറയുമ്പോൾ സെൻറ്റൻസിൽ നമ്മൾ എന്തുപയോഗിക്കും? ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ എന്താണ് ഈ പ്രിൻ്റഡ് മീഡിയ എന്ന് പറയുന്നത്? പത്രം പോലുള്ള സംഭവങ്ങളില്ലേ? ഓക്കെ, പത്രം പോലുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? അപ്പോൾ മീഡിയ എന്ന് പറയുമ്പോൾ ടെലിവിഷൻസ് ഉണ്ട്, അതുപോലെ ചാനൽസ് ഉണ്ട്, അതൊന്നും ഇതിൽ പെടുകയില്ല. മനസ്സിലായോ? അതൊന്നും നമ്മൾ ഇന്നിലല്ല പെടുന്നത്. പകരം പ്രിൻ്റഡ് മീഡിയാസ് ആണ് എന്ത്? ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ ഇന്നെന്താ ഡിസ്കസ് ചെയ്തത്? എന്താണ് പ്രിപ്പോസിഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വേർഡായിട്ടുള്ള ഇൻ എന്നതിൻ്റെ യൂസസും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും പറഞ്ഞു. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ ക്ലിയർ ആയില്ലേ? ഇതുപോലെ ബാക്കി നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസിലെ കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഇൻ എന്ന പ്രിപ്പോസിഷനോട് കൂടിയിട്ട് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി പ്രിപ്പോസിഷൻസും അതിൻ്റെ എക്സാമ്പിൾസും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.